അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1377, സൂറത്തു യൂസുഫ് 21, 22 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقال الذي اشتراه من مصر. ഈജിപ്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വാങ്ങിയ ആൾ പറഞ്ഞു, ലിംറഅത്തിഹി, തന്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി മസ്വാഹു, അദ്ദേഹത്തിന്റെ താമസ സ്ഥലം നീ മാന്യമാക്കുക, അതായത് മാന്യമായ താമസ സൗകര്യം ഇയാൾക്ക് കൊടുക്കുക. അസാ അൻ യൻഫഅന, അദ്ദേഹം നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ അവരെ നമുക്ക് സ്വന്തം മകനാക്കി മാറ്റാം, ദത്തെടുക്കാമെന്നർത്ഥം. വകദാലിക, അപ്രകാരം മക്കന്നാലി യൂസുഫ് ഫിൽ അർളി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഭൂമിയിൽ നാം സ്ഥിരത നൽകി, താമസ സൗകര്യം നൽകി. വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസി, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹത്തിന് നാം ഇങ്ങനെ സൗകര്യം കൊടുത്തത്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അല്ലാഹു തന്റെ കൽപ്പനയുടെ മേലിൽ അതിജയിക്കുന്നവനാണ്, അഥവാ തീരുമാനിച്ചത് നടപ്പാക്കാൻ ശക്തനാണ് അല്ലാഹു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ ജനങ്ങളിൽ മിക്കവരും അത് അറിയുന്നില്ല. അവർ അവരുടെ പ്ലാനും പദ്ധതിയുമായി നടക്കുന്നു, പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനമാണ് ആത്യന്തികമായി നടക്കുക എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നില്ല എന്നർത്ഥം. വലമ്മ ബലഗ അശുദ്ധഹു, അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പൂർണ്ണ ശക്തി എത്തിയപ്പോൾ, അഥവാ പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ, ആതൈനാഹു ഹുക്മൻ വ ഇൽമ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നാം യുക്തിബോധവും അതേപോലെ അറിവും നൽകി. വകദാലിക നജ്ദിൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എന്നേക്കുമായി പിതാവിൽ നിന്ന് അകറ്റാൻ, അങ്ങനെ പിതാവിന്റെ സ്നേഹവും പരിചരണവും അല്ലെങ്കിൽ സന്തോഷവും പരിഗണനയുമെല്ലാം ഞങ്ങൾക്ക് മാത്രമായി ലഭിക്കണമെന്ന കുരുട്ടു ചിന്തയോടുകൂടെ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിട്ടു. ആ കിണറിൽ നിന്ന് യാത്രാസംഘം വന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കരക്കെത്തിച്ചു. അങ്ങനെ സഹോദരന്മാരിൽ നിന്ന് കുറഞ്ഞ വില കൊടുത്തുകൊണ്ട് ആ യാത്രാസംഘം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വാങ്ങി എന്നോ, അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായമനുസരിച്ച് അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടെടുത്ത് സ്വയം അടിമയായി പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയെന്നോ രണ്ടു പറഞ്ഞാലും, രണ്ടഭിപ്രായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. ആ രണ്ടനുസരിച്ചാണെങ്കിലും ഈജിപ്തിൽ കൊണ്ടുവന്നു, പട്ടണത്തിൽ കൊണ്ടുവന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആ യാത്രാസംഘം. അങ്ങനെ കൊണ്ടുവന്നിട്ട് യാത്രാസംഘം ഈജിപ്തിൽ നിന്ന് ആ പട്ടണത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വിൽപ്പന നടത്തി. വീണ്ടും സഹോദരങ്ങളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയാലും ഇനിയല്ല, പിന്നെ അവര് നേരെ അടിമയാക്കി ഗൺസിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നാലും രണ്ടാണെങ്കിലും അവർ രണ്ടാമത്തെ ഒരു കച്ചവടം നടത്തി. ആ കച്ചവടം നടത്തിയത് ആർക്കാണ്? ആ കുട്ടീനെ ഏറ്റെടുത്തത് അല്ലെങ്കിൽ വിലക്ക് വാങ്ങിയത് ഈജിപ്തിലുള്ള ഒരാളാണ്. അദ്ദേഹം ആരാണ് എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് ഖിത്ഫീർ എന്നാണ്. ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന, അന്നത്തെ ഭരണാധികാരിയായിരുന്ന റയ്യാൻ ബിനുൽ വലീദ് എന്ന രാജാവിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഖജാനയുടെ സൂക്ഷിപ്പ് അധികാരം നൽകപ്പെട്ടിരുന്നത്. അദ്ദേഹമാണ് അസീസ് എന്ന സ്ഥാനമുള്ള ആള്. അതാണ് അസീസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ രാജാവല്ല,
മറിച്ച് രാജാവിന്റെ മന്ത്രിയാണ്. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അസീസ് രാജാവ് എന്നാ പറയാറ്. രാജാവാണ് വിലക്ക് വാങ്ങിയത് എന്നല്ല. വിലക്ക് വാങ്ങിയ ആള് ആരാണ്? ഖിത്ഫീർ ആണ് വിലക്ക് വാങ്ങിയത്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായിരുന്നു അസീസ് എന്ന്. അദ്ദേഹം ഈജിപ്തിന്റെ ഭരണാധികാരിയായ രാജാവായ റയ്യാൻ ബിൻ വലീദ് എന്ന ആളുടെ രാജാവിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഖജനാവിന്റെ അധികാരവും ചാർജും ഉണ്ടായിരുന്നത് എന്ന്. ആ ചാർജാണ് പിന്നീട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് വന്നു ചേരുന്നത് എന്നുകൂടി ചരിത്രം പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ ഈജിപ്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വിലക്ക് വാങ്ങിയ ആൾ അദ്ദേഹം പറഞ്ഞു, തന്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി മസ്വാഹു, അദ്ദേഹത്തിന് മാന്യമായ താമസ സൗകര്യം ഒരുക്കണം. അതായത് ഒരാളെ വില കൊടുത്ത് അടിമ എന്ന രൂപത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും അടിമ എന്ന നിലക്ക് അടിമപ്പണി എടുപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല വീട്ടിലെത്തുമ്പോൾ ഈ ഖിത്ഫീർ എന്ന് പറയുന്ന മന്ത്രി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നത്. കാരണം അടിമയായിട്ട് കണ്ടാൽ സ്വാഭാവികമായിട്ടും അത്ര വലിയ പരിഗണന കൊടുക്കണമെന്നൊന്നും ഉണ്ടാവില്ല. മറിച്ച് അദ്ദേഹത്തെ കൊണ്ട് പരമാവധി ഉപയോഗങ്ങൾ നേടിയെടുക്കുക എന്നല്ലാതെ പരമാവധി ജോലികൾ ചെയ്യിപ്പിക്കുക, അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങളൊക്കെ പരമാവധി ഊറ്റിയെടുക്കുക എന്ന ചിന്തയായിരിക്കും പലപ്പോഴും ആർക്കുണ്ടാവുക? യജമാനന്മാർക്കുണ്ടാവുക. എന്നാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വില കൊടുത്ത് വാങ്ങിയ അടിമ എന്ന പരിവേഷം അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ അടിമയോടുള്ള പെരുമാറ്റമോ ശൈലിയോ കാണിക്കാൻ ആർക്ക് തോന്നുന്നില്ല? ഖിത്ഫീർ എന്നവർക്ക് തോന്നുന്നില്ല, മന്ത്രിക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ ഇദ്ദേഹത്തിന് എന്തോ കാര്യമായ പവറുണ്ട്, വലിയ അംഗീകാരത്തിലേക്ക് നീങ്ങേണ്ട ആളാണ് എന്ന ഒരു ഉൾവിളി തന്റെ അകത്ത് നിന്ന് വരുന്നത് പോലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യയോട് പറയുന്നത് അക്രിമി മസ്വാഹു. ഭാര്യയുടെ പേര് സലീഹ എന്നാണ്, അല്ലെങ്കിൽ സുലൈഹ എന്നാണ്, രണ്ടു രൂപത്തിലും പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ നാമം എന്തായിരുന്നു എന്ന വിഷയത്തിൽ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്. റായിൽ എന്നാണ് വേറൊരു അഭിപ്രായം, അല്ലെങ്കിൽ സലീഹ അല്ലെങ്കിൽ സുലൈഹ. ഏതായാലും ശരി, നല്ല സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നു അവർ, മന്ത്രിയുടെ ഭാര്യയാണ്. ആ ഭാര്യയോട് അവര് പറഞ്ഞു, രാജാവ് മന്ത്രി പറഞ്ഞു, ഖിത്ഫീർ പറഞ്ഞു, അക്രിമി മസ്വാഹു, ഇദ്ദേഹത്തിന്റെ വിലക്ക് കൊണ്ടുവന്ന ആളാണ്, വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞു അക്രിമി മസ്വാഹു, അദ്ദേഹത്തിന്റെ താമസം നീ മാന്യമാക്കണം, അഥവാ മാന്യമായ സൗകര്യം ഒരുക്കി കൊടുക്കണം, അടിമ എന്ന കാഴ്ചപ്പാടിൽ ആ ആളോട് പെരുമാറരുത് എന്ന് പറഞ്ഞു എന്നർത്ഥം. ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണി എല്ലാ മുഫസ്സിറുകളും എന്ന പോലെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ, ഖിത്ഫീർ എന്ന ആ മന്ത്രിയുടെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത കടന്നു വരികയുണ്ടായി. എന്താണ് ആ ചിന്ത? ഇദ്ദേഹം ചരിത്രത്തിൽ എന്തോ കാര്യമായ ചരിത്രം ഭാവിയിൽ രചിക്കാനുള്ള ആളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഇവിടെ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, അഫ്റസുന്നാസി സലാസ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ലക്ഷണം പറയാനുള്ള കഴിവുള്ളവർ ചരിത്രത്തിൽ 3 പേരാണ്. ഒരാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചരിത്രം പറയാനുള്ള കഴിവുള്ള, ലക്ഷണം നോക്കി പറയാൻ കഴിവുള്ള ആളുകൾ 3 പേരാണ്. ഒന്ന് അസീസു മിസ്ര, മിസ്റിലെ അസീസ് എന്ന ആ മന്ത്രി. ഹൈന ഖാല ലിംറഅതിഹി അക്രിമി മസ്വാഹു, തന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞ സമയം, ഈ അടിമയായി ഞാൻ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന ആളുടെ താമസ സ്ഥലം അത് നീ മാന്യമാക്കണം, അഥവാ മാന്യമായ താമസ സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരടിമയായി അവഗണിക്കപ്പെടേണ്ട ആളല്ല, വലിയ പരിഗണനയോടുകൂടെ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള ചരിത്രം പിന്നീട് രചിക്കപ്പെടാൻ പോകുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ ആ തോന്നലുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ആ ലക്ഷണം പറയാനുള്ള കഴിവ് അത് മഹാകഴിവായി തന്നെയാണ് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടത്. മറ്റൊന്ന് വൽ മർഅത്തുല്ലത്തി ഖാലത്ത് ലി അബീഹ, സ്വന്തം പിതാവായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ സ്ത്രീ, അഥവാ മൂസാ നബിന്റെ മകള് എന്ത് പറഞ്ഞു? യാ അബത്തി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ.
ഉപ്പ ഈ ചെറുപ്പക്കാരനെ, അതായത് അവർക്ക് 2 മക്കള് പെൺകുട്ടികള് വെള്ളമെടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആളുകളൊക്കെ വെള്ളമെടുത്തതിന് ശേഷമേ ഞങ്ങൾ വെള്ളമെടുക്കൂ എന്ന നിലക്ക് മാറി നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നം കഴിഞ്ഞ് അവരെ ഖിബ്തികൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് മദിയനിലെത്തിയല്ലോ. അങ്ങനെ മദിയനിലെത്തിയപ്പോൾ അവിടെ കുറെ ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് വെള്ളമെടുക്കുന്നുണ്ട്, 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അവരോട് എന്താ നിങ്ങൾ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ പോയതിനു ശേഷമേ ഞങ്ങൾ വെള്ളമെടുക്കൂ, ആ പുരുഷന്മാരുടെ തിരക്കിപ്പോകുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ഉപ്പ വയസ്സനായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെള്ളമെടുക്കാൻ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അവർക്ക് പെട്ടെന്ന് വെള്ളമെടുത്തു കൊടുക്കുകയും അങ്ങനെ വീട്ടിൽ ചെന്ന് നേരത്തെ എത്തിയപ്പോ അതിന് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആണ് ഈ സൗകര്യം ചെയ്തു തന്നത് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ശുഐബ് നബി അലൈഹി ഇസ്ലാം നിർദ്ദേശിക്കുകയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വരികയും അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം എക്സ്ട്രാ മാന്യനാണ് എന്ന് ആ പെൺകുട്ടിക്ക് ബോധ്യപ്പെടുകയും യാതൊരു വിധത്തിലുള്ള ദുസ്വഭാവവും ഇല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ആളാണ് എന്ന് പോകുന്ന സമയത്തുള്ള പെരുമാറ്റത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി. അപ്പോ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു, ഇദ്ദേഹത്തെ നമ്മുടെ വീട്ടുജോലികൾക്ക് വേണ്ടി ഇവിടെ നിർത്താവുന്നതാണ് എന്ന്. അപ്പൊ ആ പറഞ്ഞത് വാസ്തവത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള ഒട്ടനവധി ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതും അതേപോലെ എവിടെ നിൽക്കണം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് നല്ലൊരു ഇടം, സ്വസ്ഥമായിട്ടുള്ള ഒരു താമസ സ്ഥലം അത് ലഭ്യമാക്കാൻ കൂടി പര്യാപ്തമായ ആ പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളുടെ ഈ ഒരു നിരീക്ഷണമാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് അത് വളരെ നല്ല കാഴ്ചപ്പാടാണ് എന്ന്. മൂന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ് ഏറ്റവും നല്ല ലക്ഷണം അറിയുന്നയാള്. ഹീനസ്തഖലഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ. ഉമർ റളിയല്ലാഹുവിനെ തന്റെ വഫാത്തിന് ശേഷം അടുത്ത ഭരണാധികാരിയായി നേരത്തെ തന്നെ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തുവല്ലോ. അപ്പൊ ഭരണാധികാരിയാവാൻ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും യോഗ്യൻ ഉമർ റളിയല്ലാഹു തന്നെ എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു കാഴ്ചപ്പാട് അത് വല്ലാതെ പ്രശംസിക്കപ്പെടേണ്ട കാഴ്ചപ്പാടാണ്. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ ഇവിടെ എന്താ 3 പ്രധാനപ്പെട്ട ലക്ഷണം പറയാൻ കഴിവുള്ള ആളുകളിൽ ഒരാളാണ് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന റയ്യാൻ ബിൻ വലീദ് എന്ന് രാജാവിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ മന്ത്രി ഖിത്ഫീർ എന്ന് പറയുന്ന അസീസ്. അപ്പൊ ആ അസീസ് തന്റെ ഭാര്യയോട് പറയാണ്, അക്രിമി മസ്വാഹു, അദ്ദേഹത്തിന്റെ താമസ സ്ഥലം നീ മാന്യമാക്കണം, അഥവാ മാന്യമായ താമസം ഒരുക്കണം. അസായം ഫഅന, ഈ കുട്ടി നമുക്ക് ഉപകാരം ചെയ്തേക്കാം, അതായത് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയും നമുക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ മക്കളില്ലാത്ത നമുക്ക് ഇവരെ മകനാക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ ദത്തെടുത്ത് ഒരു ദത്തുപുത്രനാക്കിയിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നമുക്ക് വളർത്താം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വക്കദാലിക, ഇപ്രകാരം, അതായത് അസീസിന്റെ മനസ്സിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അതിശക്തമായിട്ടുള്ള ഒരടുപ്പം, എത്രയോ കാലങ്ങൾ കൊണ്ടുള്ള അടുപ്പം പോലത്തെ ഒരു വല്ലാത്ത ആത്മബന്ധം നിമിഷ നേരം കൊണ്ട് തന്നെ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അസീസ് രാജാവിന്റെ മനസ്സിൽ വലിയ താൽപര്യം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ഇട്ടുകൊടുത്തുകൊണ്ട് മക്കന്നാലി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നാം സൗകര്യം ചെയ്തു കൊടുത്തു ഫില്ലർദി, ഭൂമിയിൽ. അവിടെ മിസ്റിലെ താമസം സുഖകരമാക്കാനുള്ള സംവിധാനം അല്ലാഹു തആല ഒരുക്കിക്കൊടുത്തു എന്നർത്ഥം. അങ്ങനെ ഒരുക്കിക്കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇക്കാക്കമാരാൽ തിരസ്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട് എവിടെ നിൽക്കണം എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് കൃത്യമായൊരു സേഫായ ഒരു ഇടം താമസത്തിന് ലഭിക്കുന്നു എന്നത്, ഭക്ഷണത്തിനും ജീവിതത്തിന്റേതായിട്ടുള്ള മുന്നോട്ടുള്ള ഗമനത്തിനുമുള്ള ഒരു പിടിവള്ളി ലഭിക്കുന്നു എന്നത് അതൊരു വലിയ സൗകര്യമാണ്, വലിയ അനുഗ്രഹമാണ്. അത് അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഒരുക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസി, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. അഹാദീസ് പറഞ്ഞാൽ വാർത്തകൾ, വർത്തമാനങ്ങൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹത്തിന് ഇவ்விധം സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്. അതായത് വഴിയാധാരമാകുന്ന അവസ്ഥ വരാതെ ഏറ്റവും സേഫായ ഒരിടം അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഒട്ടനവധി പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറാനുള്ള
വേദി ഒരുക്കപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല സ്വപ്ന വ്യാഖ്യാനം മനസ്സിലാക്കി കൊടുക്കുന്നു എന്നത്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്നതൊരു വല്ലാത്ത സിദ്ധിയാണ്. ആ സിദ്ധിയുള്ളവർക്കേ അത് പറയാൻ സാധിക്കൂ. അല്ലാതെ ബുക്ക് വായിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ലാതെ എന്ന് നമ്മൾ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു തന്റെ കാര്യം നടപ്പാക്കാൻ കാര്യങ്ങളുടെ മേലിൽ അതിജയിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന തീരുമാനം എന്തോ ആ തീരുമാനം നടപ്പാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ് എന്നർത്ഥം. അള്ളാഹു എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറഞ്ഞു, ഇദാ അറാദ ശൈഅൻ, അല്ലാഹു തആല എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഫലാ യുറദ്ദു വലാ യുമാനഉ വലാ യുഖാലഫു, ആ തീരുമാനം തിരസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുകയോ ആ തീരുമാനത്തിനെതിരിലുള്ളൊരു നിലപാട് വിജയിപ്പിച്ചെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുകയോ ചെയ്യില്ല. ബൽ ഹുവൽ ഗാലിബു ലിമാ സിവാഹു, മറ്റുള്ളവരെല്ലാം അതിനെതിരെ തടസ്സവാദങ്ങളുമായി വരുന്നവരെല്ലാം പരാജയപ്പെടുത്തി വിജയിച്ചു പോകുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അതിന്റെ അർത്ഥം. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി എന്നതിന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്ന അർത്ഥമായി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് ഫഅാലു ലിമാ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അഥവാ അല്ലാഹു ഒരു വിഷയം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ, പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അതിനെ അള്ളുവെക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല എന്നർത്ഥം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ജനങ്ങളും അത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഓരോരുത്തരുടെ വിഷയത്തിലും എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്, അതിന്റെ പിന്നിലുള്ള വികാരം എന്താണ്, ഇതൊന്നും വാസ്തവത്തിൽ ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് തോന്നിയതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ അല്ലാഹു അവൻ തീരുമാനിച്ച തീരുമാനമാണ് ആത്യന്തികമായി ഇവിടെ നടപ്പാവുക എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയാണല്ലോ സഹോദരങ്ങൾ തയ്യാറാക്കിയത്. പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ തിരസ്കരിക്കപ്പെടേണ്ട ആളല്ല, അഡ്രസ് ഇല്ലാതെ പോകേണ്ട ആളല്ല, വിസ്മൃതിയിലേക്ക് മറയേണ്ട ആളല്ല. മറിച്ച് ചരിത്രം രചിക്കാനുള്ള ഏറ്റവും വലിയ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് തന്റേതായിട്ടുള്ള സംഭാവനകൾ കൃത്യമായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട ആളാണ് എന്നാണ് അള്ളാഹു തീരുമാനിച്ചത് എന്നർത്ഥം. അതാണ് വലമ്മാ ബലഗാശുദ്ധഹു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ, അത് ശക്തിയും അതേപോലെ തന്നെ ആരോഗ്യവും അതുപോലെ നല്ല മെച്യൂരിറ്റിയും അടക്കം പ്രായത്തിന്റെയും അതേപോലെ ആരോഗ്യത്തിന്റെയും രംഗത്ത് അദ്ദേഹത്തിന്റെ ഭദ്രമായൊരു കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ അതെത്തിയപ്പോ, അതാ വലമ്മ ബലഗാശുദ്ധഹു, അദ്ദേഹത്തിന് പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ ആത്തൈനാഹു ഹുക്മൻ വ ഇൽമ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നമ്മൾ പ്രത്യേകം യുക്തിബോധവും അതേപോലെ തന്നെ അറിവുകളും നൽകി. ആവശ്യമായിട്ടുള്ള ഓരോ വിഷയത്തിലും എന്ത് തീരുമാനമെടുക്കണം, എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, ഓരോ കാര്യങ്ങളും എങ്ങനെ വിജയിപ്പിച്ചെടുക്കണം എന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. യുക്തിഭദ്രമായ നിലക്ക് തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും വിഷയങ്ങളെ സമീപിക്കാനുമുള്ള എല്ലാ കഴിവും അല്ലാഹു തആല നൽകി. പ്രവാചകത്വവും അതേപോലെ തന്നെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും അടക്കമുള്ളതെല്ലാം ഈ പറഞ്ഞതിന്റെ പരിധിയിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നത് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി ഫലമാ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ ഐസ്തക്മല അഖലുഹു വതമ്മ ഖൽഖുഹു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ബുദ്ധി വളർച്ച പൂർണ്ണമാവുകയും അതേപോലെ സൃഷ്ടിപ്പിന്റെ അഥവാ ആരോഗ്യപരമായ അവസ്ഥയുടെ ഫിസിക്കലിയുള്ള കണ്ടീഷൻ, ആ കണ്ടീഷൻ പൂർണ്ണതയിലെത്തുകയും ചെയ്തപ്പോൾ ആത്തൈനാഹു ഹുക്മൻ വ ഇൽമ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഹുക്മും ഇൽമും നൽകി. യാനി നുബുവത്ത് നൽകി, പ്രവാചകത്വം നൽകി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രവാചകത്വം മുഖേന ജനങ്ങൾക്കിടയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല പ്രത്യേകം പരിഗണന നൽകി തെരഞ്ഞെടുത്തു എന്നർത്ഥം. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലാക്കാക്കി, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് മുന്നോട്ടു പോകുന്നവർക്കൊക്കെ ആത്യന്തികമായ വിജയവും രക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിക്കൊടുക്കും എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ജീവിതത്തിലുടനീളം അള്ളാഹു ആവുന്ന യജമാനന്റെ തൃപ്തിയും പൊരുത്തവും അത് കാംക്ഷിച്ചു.
അത് നിലനിർത്തി മുന്നോട്ട് പോയുമാണ് തന്റെ ജീവിതം ക്രമീകരിച്ചത്. ഇനി അങ്ങോട്ടുള്ള ചരിത്രങ്ങളിലൊക്കെ നമുക്കതിന്റേതായിട്ടുള്ള കൂടുതൽ രംഗങ്ങൾ കാണാൻ പറ്റും. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അശേഷം എതിരു നിൽക്കാത്ത, പടച്ചവന്റെ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു ശൈലിയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധത്തോടുകൂടെ ജീവിക്കുന്നയാളാണ് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം. മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇഹ്സാനുള്ളവരെന്ന് പറഞ്ഞാലും അതന്നെയല്ലേ അർത്ഥം. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കണം. നമ്മൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അവന്റെ നിരീക്ഷണത്തിൽ നിന്നൊരിക്കലും എനിക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല എന്ന ശരിയായ ചിന്ത ഒരാളുടെ മനസ്സിൽ രൂഢമൂലമായാൽ അവന്റെ പരസ്യ ജീവിതം പോലെ രഹസ്യ ജീവിതവും സംശുദ്ധമാക്കാനുള്ള ഏറ്റവും നല്ല മോട്ടീവായി അത് മാറുമെന്നത് ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹു നമുക്കും അவ்விதം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.